ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് മേഡ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒറിഗാമി ആർട്ടാണ്. ഒറിഗാമി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സിസേഴ്സും അതുപോലെ തന്നെ ഗ്ലൂവും ഒന്നും യൂസ് ചെയ്യാതെ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ട് ഫോമാണ് ഒറിഗാമി ആർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒറിഗാമി ബട്ടർഫ്ലൈ ആണ്. പക്ഷേ ചെറിയൊരു പോർഷനിൽ ഞാൻ സിസർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിലും വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒറിഗാമി ആർട്ടാണ് ഒറിഗാമി ബട്ടർഫ്ലൈ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പേപ്പർ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഞാനിവിടെ ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. A4 ഷീറ്റ് സൈസിൽ കളർ പേപ്പർ അവൈലബിൾ ആണ്. അത് ഞാനൊരു 15 സെൻറ്റിമീറ്ററാണ് ഞാനിപ്പോൾ ഈ ഒരു ഒറിഗാമി ആർട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഷീറ്റാണിത്. നോക്കാം എങ്ങനെയാണ് ഈ ഒറിഗാമി ബട്ടർഫ്ലൈ ഉണ്ടാക്കുകയെന്ന്. ആ ഷീറ്റിനെ നമുക്ക് കോണോട് കോണായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ഫോൾഡിങ്ങും നല്ല പെർഫെക്റ്റായിട്ട് നല്ലതുപോലെ മടക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മടക്കുകളൊക്കെ ഇതുപോലെ നഖം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കോണോട് കോണത് മടക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് നിവർത്തി തിരിച്ചും കോണോട് കോണ് ഒന്നുകൂടെ മടക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് രണ്ട് വശത്തേക്കായിട്ടും മടക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മടക്കുകളൊക്കെ നല്ല കൃത്യമായി തന്നെ കാണത്തക്ക രീതിയിൽ നഖം ഉപയോഗിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് മടക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പറിനെ നിവർത്തി ആ പേപ്പറിനെ തിരിച്ച് വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്യാം. നടു വരുന്ന രീതിയിൽ നേർപകുതിയായിട്ട് നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. കോണോട് കോണ് മടക്കിയപ്പോൾ രണ്ട് ഭാഗത്തേക്ക് മടക്കിയ പോലെ നടു വരുന്ന രീതിയിൽ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫോൾഡിങ്ങിലൊന്നും കൺഫ്യൂഷൻ ഇല്ലയെന്ന് കരുതുന്നു. ഇനി പേപ്പറിനെ നിവർത്തി നടുവിലേക്ക് മടക്കി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ രണ്ട് വശവും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് മടക്കി ഇതുപോലൊരു ട്രയാങ്കിളാക്കി മാറ്റിയെടുക്കണം. സിമ്പിളാണ്, കൺഫ്യൂഷനൊന്നും വേണ്ട. ഞാൻ ഒരു തവണ കൂടെ കാണിച്ചു തരാം. പേപ്പറിനെ നിവർത്തി അതിനെ രണ്ടായി നേർപകുതിയിൽ വെച്ച് മടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ടിലൊരു ട്രയാങ്കിൾ കാണാം. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ട് വശത്തേക്കും അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ട്രയാങ്കിൾ കിട്ടും. സിമ്പിളാണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടെ കണ്ടു നോക്കി ചെയ്യാം. പിന്നെ അതിൻ്റെ നടുവശവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മടക്കുകളൊക്കെ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സിസറിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്കിവിടെ കോണായിട്ടാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ അതിനെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് രണ്ടായി മടക്കി ഒന്ന് നിവർത്ത് കൊടുത്ത് അതിനെ തലകീഴായി പിടിച്ചാൽ നമുക്ക് രണ്ട് മടക്ക് കിട്ടും. അതായത് രണ്ട് കട്ടിങ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മേലത്തെ പോർഷൻ നമുക്ക് ഇങ്ങനെ നടുവിലൂടെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നടുവിലൂടെ മടക്കുമ്പം ആ മടക്കിലെ സെൻറ്റർ ഭാഗത്തൂടെ തന്നെ മടക്കുക. പക്ഷെ താഴോട്ട് വരുമ്പം സെൻറ്ററിൽ നിന്നും കുറച്ചൊന്ന് വിട്ടിട്ട് വേണം മടക്ക് പോകാൻ. കണ്ടോ, മുകളിലെ പോർഷനിൽ സെൻറ്ററിലെ ആ മടക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ താഴെ എത്തുമ്പോൾ അവിടുന്ന് കുറച്ചൊന്ന് നമ്മുടെ ഒരു വിരൽ വെക്കുന്ന ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ മുകളിൽ നിന്ന് സെൻറ്ററിൽ തുടങ്ങി കുറച്ചൊന്ന് വിട്ടിട്ട് താഴോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടക്കുകളൊക്കെ നല്ല കൃത്യമായി നഖം വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് മടക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ കഴിഞ്ഞില്ല. ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. നമ്മുടെ അടിവശത്തുള്ള ആ കോണ് അടിയിലൂടെ തന്നെ മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം.
ഒടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പേപ്പർ കീറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അറ്റം ഇതുപോലെ കാണുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മതിയാകും. അതെന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനെ ഒന്ന് ബലമായി നിൽക്കാൻ വേണ്ടി ഉള്ളിലേക്കും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കാരണം നടുവിലേക്കും ആ ഒരു മടക്കൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകിപ്പോകാതെ അങ്ങനെ നിൽക്കും. കണ്ടോ, നമ്മുടെ വളരെ മനോഹരമായ എന്നാൽ ഒരുപാടൊന്നും അധ്വാനം ഇല്ലാണ്ട് തന്നെ നമ്മളൊരു ബട്ടർഫ്ലൈ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും വലുപ്പമുള്ളൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ 15 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെറുതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സൈസ് കുറക്കാം, വലുതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. പക്ഷേ സ്ക്വയർ ഷീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മടക്കുകളൊക്കെ കൃത്യമായി നല്ല രീതിയിൽ മടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ സൈസിൽ ഒരു ബട്ടർഫ്ലൈ കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.